കണിച്ചുകുളങ്ങര ദേവസ്വം ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എതിരാളികളെ നിഷ്പ്രഭമാക്കി വെള്ളാപ്പള്ളിയുടെ തേരോട്ടം. ചിഹ്നം വെച്ച് ബാലറ്റ് പേപ്പറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നയിച്ച പാനലിന് തകർപ്പൻ വിജയം. ശാന്തമായി സുന്ദരമായി അടുത്ത 5 കൊല്ലം ഭരിക്കാനുള്ള മിടുക്കന്മാരായ ചെറുപ്പക്കാരായ കുറച്ച് പ്രായം പരിചയമുള്ള എന്നെക്കൂട്ട് ചില കിളവന്മാരേ ഉള്ളൂ. ബാക്കിയെല്ലാം കണ്ടല്ലോ, എല്ലാം ചെറുപ്പക്കാരാണ്, പരിചയസമ്പന്നരാണ്. നമുക്ക് നാളത്തെ ഒരു തലമുറ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പരിചയസമ്പന്നരായ ആളുകൾ അടുത്ത തലമുറ വേണ്ടേ. പരിചയമുള്ള ആളുകളും പരിചയമില്ലാത്ത ആളുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പാനലാണ് അവതരിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഇതിൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് സ്ത്രീ പ്രാതിനിധ്യം ഇല്ലായിരുന്നു. എല്ലാവരും വാദവരാതെ പറയുമ്പോൾ സ്ത്രീകളെ പറ്റിയും പ്രാതിനിധ്യത്തെപ്പറ്റിയും വാചകം പറയുന്നതല്ലാതെ ആ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു സംസ്കാരം പലയിടത്തുമില്ല. എന്തുകൊണ്ടും എന്നും അമ്പലത്തിൽ വരുന്നതും തൊഴുന്നതും വഴിപാട് നടത്തുന്നതും അമ്പലത്തിൻ്റെ കാര്യത്തിലാണെങ്കിലായി എല്ലാം ത്യാഗോജ്ജലമായി വന്നാണ് പ്രവർത്തിയെടുക്കുന്ന സ്ത്രീകളാണ്. അപ്പം അവർക്ക് കൂടി ഒരവസരം കൊടുക്കണം. ആകെ പോൾ ചെയ്ത 10,551 വോട്ടിൽ 10,036 വോട്ടും നേടിയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർച്ചയായി 60 വർഷക്കാലം പ്രസിഡന്റായി തുടരുന്ന വെള്ളാപ്പള്ളി നടേശൻ ചരിത്രപരമായ നേട്ടമാണ് കൈവരിച്ചത്. ഒപ്പം ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യ വനിതയും ദേവസ്വം കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 5 വർഷത്തേക്കാണ് പുതിയ കമ്മിറ്റി. 87-കാരനായ വെള്ളാപ്പള്ളിയും 29-കാരനായ സഞ്ജു പോക്കാട്ടും കമ്മിറ്റിയിലുണ്ട്. 3 തലമുറകളുടെ ഒത്തുചേരലാണ് പുതിയ കമ്മിറ്റി. പുതിയതായി യുവജനങ്ങളായ 10 പേരെയാണ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. പുതുക്കാട്, പടവൂർ, ശാന്തി കുടുംബം എന്നിവയിലെ 3 പേർ എതിരില്ലാതെ വിജയിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ വെള്ളാപ്പള്ളി പാനൽ മുൻകൈ നേടിയിരുന്നു. സൈക്കിൾ ചിഹ്നത്തിലാണ് വെള്ളാപ്പള്ളി പാനൽ മത്സരിച്ചത്. പ്രസിഡന്റായി വെള്ളാപ്പള്ളിക്ക് പുറമെ വൈസ് പ്രസിഡന്റായി തുഷാർ വെള്ളാപ്പള്ളിയും സെക്രട്ടറിയായി PK ധനേശനും ജോയിന്റ് സെക്രട്ടറിയായി TK അനിൽബാബുവും ഖജാൻജിയായി സോമനാഥൻ ചള്ളിയിലുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മുരുകൻ പെരക്കൻ, PC വാവക്കുഞ്ഞ്, AP ഷൺമുഖൻ, TK സജീവ്, KM നിഷ എന്നിവർ കമ്മിറ്റി അംഗങ്ങളായും സ്കൂൾ മാനേജരായി T പ്രസന്നകുമാറും കമ്മിറ്റി അംഗങ്ങളായി D ബിനുമോൻ, P സഞ്ജു, KS ഷാനുമോൻ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. 25 ബൂത്തുകളിലായി നടന്ന വോട്ടെടുപ്പിൽ 10 മുതൽപ്പറ്റുകളിലെ 12,552 പേരാണ് വോട്ടർമാരായി ഉണ്ടായിരുന്നത്. അതിൽ 10,551 പേർ വോട്ട് ചെയ്തു. അഡ്വക്കേറ്റ് KC ജോസഫ് മാത്തനായിരുന്നു മുഖ്യ വരണാധികാരി. കണിച്ചുകുളങ്ങര അമ്പലത്തിലെ ഇലക്ഷനാണത്. ഏതാണ്ട് 12,500ഓളം വോട്ടർമാരുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ചിഹ്നം വെച്ച് ഇലക്ഷൻ നടക്കുന്ന അമ്പലങ്ങൾ വളരെ അപൂർവമായിരിക്കും. അതിലൊന്നാണിത്. ഏതാണ്ട് 80% മുകളിൽ പോളിംഗ് സാധാരണ 80 to 90% സാധാരണ പോളിംഗ് നടക്കും. ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അമ്പലത്തിലെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളും വന്ന് പരമാവധി വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഇലക്ഷനാണിത്. മത്സരത്തിൻ്റെ രീതി പ്രത്യേകിച്ച് കാര്യം എല്ലാ സ്ഥലത്തും മത്സരിക്കുന്ന പോലെ തന്നെ 2 പാനലുകളുണ്ട്. ആ പാനലിൽ ചിഹ്നമുണ്ട്. അതുപോലെ പോളിംഗ് ബൂത്ത് ഉൾപ്പെടെ വെച്ച് സാധാരണ എങ്ങനെയാണോ ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് അതേ തരത്തിൽ തന്നെയാണ് അതിൻ്റെ നിയമാവലികൾ മുഴുവൻ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ അമ്പലത്തിൻ്റെ ഇലക്ഷൻ നടക്കാറുള്ളത്. ആ രീതി തന്നെ ഇപ്പോഴും പോകുന്നു.